ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബാണ് മരിച്ചത്. കൊച്ചിയിൽ 1.5 മണിക്കൂറിൽ പെയ്തത് 98 മില്ലിമീറ്റർ മഴ. മേഘവിസ്ഫോടനമാകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ. കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നില്ല. കരൂപടനയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ട കുടുംബങ്ങൾക്ക് സർക്കാർ സഹായം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. അധികൃതർ കുടുംബങ്ങൾക്ക് വേണ്ട സഹായ നടപടികൾ എടുക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബാണ് മരിച്ചത്. കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് 178 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പെരിഞ്ഞനത്തെ സെയിന്റ് ഹോട്ടൽ ശനിയാഴ്ച വൈകിട്ട് വിറ്റ കുഴിമന്തി കഴിച്ച 180 പേരായിരുന്നു ഛർദിയും വയറിളക്കവുമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കുറ്റിലക്കടവിലെ ഉസൈബയുടെ വീട്ടിലേക്കും കുഴിമന്തി പാഴ്സലായി വാങ്ങിയിരുന്നു. ഉസൈബ സഹോദരി, അവരുടെ 12ഉം 7ഉം വയസ്സുള്ള മക്കൾ എന്നിവരാണ് ഇത് കഴിച്ചത്. മിനിഞ്ഞാന്നാണ് സഹോദരിയെയും മക്കളെയും ഭക്ഷ്യവിഷബാധയെ തുടർന്ന് പെരിഞ്ഞനം ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്നലെയാണ് ഉസൈബയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആദ്യം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെ മരിച്ചു. പിന്നാലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ വിട്ടു നൽകി. കാലത്ത് മൃതദേഹം വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികളും പോലീസും ഇടപെട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ചത്. മോശം ഭക്ഷണം വിളമ്പിയതിന് 6 മാസം മുമ്പ് സെയിന്റ് ഹോട്ടൽ അടപ്പിച്ചിരുന്നു. ഹോട്ടലിന്റെ ലൈസൻസ് കാലാവധി 1 മാസം മുമ്പ് കഴിഞ്ഞിരുന്നു എന്ന വിവരവും പുറത്തുവന്നു. കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇപ്പോഴത്തെ ഉടമകളിൽ ഒരാളായ റഫീഖിന്റെ പേരിൽ ലൈസൻസിന് അപേക്ഷിച്ചിരുന്നെങ്കിലും നൽകിയിരുന്നില്ല. മീഡിയ ടൈം, പെരിഞ്ഞനം. കൊച്ചിയിൽ 1.5 മണിക്കൂറിൽ പെയ്തത് 98 മില്ലിമീറ്റർ മഴ. മേഘവിസ്ഫോടനം ആകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച് കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. പെരുമഴയിൽ കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടായി. കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലുമുള്ളവരെയുമാണ് ഏറെ ബാധിച്ചത്. എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് എത്താനായില്ല. നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. കളമശ്ശേരിയിൽ വെള്ളം ഉയർന്നതോടെ ഒറ്റപ്പെട്ടുപോയവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കളമശ്ശേരിയിൽ സാഹിത്യകാരി പ്രൊഫസർ M. ലീലാവതിയുടെ വീട്ടിൽ അടക്കം വെള്ളം കയറി. ലീലാവതി ടീച്ചറെ മകൻ്റെ വീട്ടിലേക്ക് മാറ്റി. നിരവധി പുസ്തകങ്ങൾ വെള്ളക്കെട്ടിൽ നശിച്ചു. മീഡിയ ടൈം, കൊച്ചി. കരൂപടനയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ട കുടുംബങ്ങൾക്ക് സർക്കാർ സഹായം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. അധികൃതർ കുടുംബങ്ങൾക്ക് വേണ്ട സഹായ നടപടികൾ എടുക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ ആരോപിക്കുന്നു. കരൂപടന മുസാഫരിക്കുന്നിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് കൃത്യമായി ലഭിക്കാത്തതിനാൽ കുടുംബങ്ങൾ കടം വാങ്ങി ഭൂമി വാങ്ങി. ഇപ്പോൾ സഹായത്തുക ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ഥലം കണ്ടെത്തുന്നവർക്ക് രേഖകൾ സമർപ്പിച്ചിട്ടും അതിൻ്റെ തുടർ നടപടികൾ കൃത്യമായോ വേഗത്തിലോ എടുക്കുന്നില്ല എന്ന് വാർഡ് മെമ്പർ MH ബഷീർ ആരോപിച്ചു. മഴ പെയ്യുമ്പോൾ മാത്രം പാഞ്ഞെത്തുന്ന വിവിധ വകുപ്പുകളും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വിഷയത്തിൽ കടുത്ത വീഴ്ച വരുത്തുകയാണ്. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി സർക്കാരിലേക്ക് കത്ത് നൽകണമെന്നാണ് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. അപകട ഭീഷണി ഉയർത്തി പൊയ്യ വില്ലേജ് ഓഫീസ് പരിസരത്തെ മരങ്ങൾ. 11 kV ലൈനിനു മുകളിലൂടെ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് മരങ്ങൾ നിൽക്കുന്നത്. മരം മുറിച്ചു മാറ്റുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അധികൃതർ വിഷയത്തിൽ മുഖം തിരിക്കുകയാണ്. 11 kV ലൈനിന് മുകളിലൂടെ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലായ മരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ പൊയ്യ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജില്ലാ കളക്ടറുടെ
ദുരന്ത നിവാരണ ഫണ്ടോ മറ്റേതെങ്കിലും ഫണ്ടോ കിട്ടിയാൽ മാത്രമേ മരം മുറിച്ചു മാറ്റാൻ കഴിയൂ എന്നാണ് വില്ലേജ് അധികൃതരുടെ ഭാഷ്യം. വിഷയം വീക്ക് മീറ്റിൽ അറിയിച്ചിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കി. സ്വയം മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികളെടുത്താൽ സ്വന്തം ശമ്പളത്തിൽ നിന്നും തുക ചിലവാക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എന്നതാണ് വില്ലേജ് ഓഫീസർ പറയുന്ന സാങ്കേതിക പ്രശ്നം. നിലവിൽ വില്ലേജ് വൃത്തിയാക്കുന്നതിനും മറ്റും താൻ തുക ചിലവാക്കിയെന്നുമാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. ഒരു അപകടം ഉണ്ടായതിനു ശേഷം തീർച്ചയായിട്ടും അതിൻ്റെ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന വലിയ മരങ്ങൾ വെട്ടണമെന്നുള്ള നിർദ്ദേശം വില്ലേജ് ഓഫീസറും ബന്ധപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അതിന് വേണ്ടപ്പെട്ട ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ പറയുന്നൊരു കാര്യം. അപ്പോൾ അത് ഏത് തരത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്തതിൻ്റെ പേര് അത് വെട്ടി മാറ്റണമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ മരങ്ങൾ വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട കളക്ടർക്ക് അത് കത്തുകൾ അയച്ചിട്ടുണ്ട്, ഫണ്ടുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ പറയുന്നൊരു കാര്യം. തീർച്ചയായിട്ടും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം എത്തിക്കുകയാണ്. മഴയും കാറ്റും ദിവസേന അപകടങ്ങൾ സൃഷ്ടിക്കവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം വലിയ അപകടങ്ങൾ ഉണ്ടായേക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ പൊയ്യ വില്ലേജ് പരിസരത്തുള്ളത്. മീഡിയ ടൈം, മാള. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് മുകളിൽ ടിപ്പർ ലോറി കാറിലിടിച്ചു. കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്ക് വലിയ അപകടങ്ങൾ ഒഴിവായി. അപകടത്തെ തുടർന്ന് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അങ്കമാലിയിൽ നിന്ന് പാലക്കാടേക്ക് കരിങ്കല്ല് കയറ്റുവാൻ പോകുകയായിരുന്നു ടോറസ് ലോറി. എറണാകുളത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോകുകയായിരുന്നു കാർ യാത്രക്കാർ. ഒരേ ദിശയിൽ മുൻപിൽ പോയിരുന്ന കാർ ലോറിയിൽ തട്ടി നിയന്ത്രണം വിട്ട് റോഡിൽ വട്ടം കറങ്ങിയതോടെ ലോറിയുമായി ഇടിക്കുകയായിരുന്നു. ലോറിയുടെ ഹാൻഡ് ബ്രേക്ക് കൂടി പിടിച്ച് നിർത്താൻ സാധിച്ചതിനാൽ ലോറി മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് മറിയാതെ നിർത്തുവാൻ സാധിച്ചതായി ലോറി ഡ്രൈവർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ആനപ്പുഴയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി പാറക്കാട്ടിൽ ഷോൺസി ജാക്സൺ ആണ് മരിച്ചത്. കോട്ടയം രാജഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാവിലെ മുതൽ കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു. തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്ന് രാവിലെ ആനാപ്പുഴ ഉണ്ടേക്കടവ് വീരഭദ്ര കോവിൽ ക്ഷേത്രത്തിന് സമീപത്താണ് കുട്ടിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കെ ടൗൺ ടർഫിന് സമീപമുള്ള കെട്ടിടത്തിൽ താമസിക്കുന്ന അരയമ്പറമ്പിൽ സോമനെയാണ് കെട്ടിടത്തിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിസരത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. പൊയ്യ കൃഷ്ണൻകോട്ടപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 50 വയസ്സ് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മാള പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രദേശത്ത് അടുത്ത ദിവസങ്ങളിൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു വരുന്നത്. മാള പ്രസ് ക്ലബ് ഷാഹുൽ ഹമീദ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷവും 2ാം ഘട്ട പുസ്തക സമാഹരണവും നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് ഷാൻഡി ജോസഫ് അധ്യക്ഷത വഹിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ER അഭയ് കൃഷ്ണയെ ആദരിച്ചു. മാള ബ്ലോക്ക് മെമ്പർ സന്ധ്യ നൈസൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, AG മുരളി, അബ്ബാസ് മാള, ശ്രീധരൻ കടലായിൽ, EP രാജീവ് എന്നിവർ സംസാരിച്ചു. അവശതയനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി മാള ഫൊറോനോ പള്ളി അമ്പുതിരുനാൾ കമ്മിറ്റി. ഇക്കഴിഞ്ഞ ടൗൺ അമ്പ് ആഘോഷങ്ങൾക്കായി സ്വരൂപിച്ച പണത്തിൽ നിന്നും മിച്ചം പിടിച്ച 25,000 രൂപ മാള ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് സംഭാവന ചെയ്തതാണ് മാള ഫൊറോന പള്ളി അമ്പുതിരുനാൾ കമ്മിറ്റി മാതൃകയായത്. ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോർജ് പാറമേലിന്റെ നേതൃത്വത്തിൽ ആൽഫ പാലിയേറ്റീവ് സെന്റർ പ്രസിഡന്റ് ഡോക്ടർ രാജു വർഗീസ് ചെല്ലക്കുടത്തിന് തുക കൈമാറി. ചടങ്ങിൽ വർഗീസ് വടക്കൻ, ഡേവിസ് പാറേക്കാട്, പീറ്റർ പാറേക്കാട്,
സന്തോഷ് ആത്തപ്പള്ളി, ഡെന്നി പള്ളൻ, തോമസ് വടക്കൻ, ഡൊമിനിക് പാറേക്കാട്, നിസ അഷ്റഫ്, ഉണ്ണികൃഷ്ണൻ, ഇന്ദിര, ശിവരാമൻ, ലിസി പയ്യപ്പള്ളി, ഷീല ജോസ്, ജൂലി ബെന്നി എന്നിവർ സന്നിഹിതരായിരുന്നു. ചേന്ദമംഗലം സഹകരണ ബാങ്ക് ക്രമക്കേടിൽ 20.4 കോടി രൂപ സർചാർജ് ചുമത്തി എറണാകുളം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവായി. ബാങ്കിന്റെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കണമെന്ന് LDF ചേന്ദമംഗലം കമ്മിറ്റി കൺവീനർ TM പവിത്രൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. DCC അംഗം K ശിവശങ്കരനാണ് ബാങ്ക് പ്രസിഡന്റ്. AS അനിൽകുമാർ, TR ലാലൻ, KS ശിവദാസൻ, ലിജോ കൊടിയൻ, VU ശ്രീജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എറിയാഡ് ഇസ്ലാമിക് സ്റ്റഡി സെന്ററിന് കീഴിൽ ആരംഭിക്കുന്ന സ്പോർട്സ് എഡ്യൂക്കേഷൻ ആൻഡ് കോച്ചിംഗ് സെന്ററായ ISC യുണൈറ്റഡ് സ്പോർട്സ് കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഓപ്പൺ സ്വിംഗ് ചാമ്പ്യൻ ഷമീം K മുഹമ്മദ് ഫുട്ബോൾ ഷൂട്ടൌട്ടിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ISC യുണൈറ്റഡ് സ്പോർട്സിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ആക്ടിംഗ് ടീം ക്യാപ്റ്റൻ ഹിഷാം ഹാരിസ് ഏറ്റുവാങ്ങി. വൈസ് ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷനായി. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാബ്സ് എടവിലങ്ങിന്റെ വാർഷികാഘോഷങ്ങൾ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VM ബൈജു അധ്യക്ഷത വഹിച്ചു. കൊച്ചി മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ KK അഷ്റഫ്, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി. ചന്തപ്പുര ഉഴുവത്തുകടവ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കുക, വാർഡ് കൗൺസിലറുടെയും നഗരസഭയുടെയും അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. ചന്തപ്പുര പവിഴം ജ്വല്ലറി ജംഗ്ഷന് സമീപം നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, AR ബൈജു, KP സുനിൽകുമാർ, ഡിൽഷൻ കൊട്ടേക്കാട്, അഡ്വക്കേറ്റ് OS സുജിത്, VN പ്രദീപ്, ദാസൻ തേവാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി രായം മരക്കാർ വീട്ടിൽ ഹസ്ബുവിന്റെ ഭാര്യ നുസൈബാണ് മരിച്ചത്. കൊച്ചിയിൽ 1.5 മണിക്കൂറിൽ പെയ്തത് 98 മില്ലിമീറ്റർ മഴ. മേഘവിസ്ഫോടനമാകാമെന്ന് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ. കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നില്ല. കരൂപടനയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിട്ട കുടുംബങ്ങൾക്ക് സർക്കാർ സഹായം ലഭിച്ചിട്ടില്ലെന്ന് പരാതി. അധികൃതർ കുടുംബങ്ങൾക്ക് വേണ്ട സഹായ നടപടികൾ എടുക്കുന്നില്ലെന്നും വാർഡ് മെമ്പർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.